ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാർഡുകളുടെ ഒരു കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലവ് ലൈഫിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റിനെ സൂചിപ്പിക്കുന്നു. ഫസ്റ്റ് വന്നിരിക്കുന്ന ഹാങ്ഡ് മാൻ സൂചിപ്പിക്കുന്നത് ഒരു പ്രസന്റ് എനർജിയാണ്. അവരുടെ നിലവിലുള്ള ഒരു സൈലൻസ്, അതുപോലെ തന്നെ നിരീക്ഷണം, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. പക്ഷേ ഇൻസൈഡ് വളരെ ഡീപ്പായിട്ട് തന്നെ ഈ ഒരു ബന്ധത്തെ പറ്റി അവർ ചിന്തിക്കുന്നു. ഇത് ശരിയാണോ, ഞാൻ ശരിയായ തീരുമാനമാണോ എടുത്തത്? ഇവർക്കിപ്പോൾ ഒരു ഇമോഷണൽ കൺഫ്യൂഷനൊന്നുമില്ല, പക്ഷേ ആക്ഷൻ ഡിലേ ഉണ്ട്. കാരണം അവരെന്തോ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ഓൾഡ് വേർഷന്റെ എൻഡിങ്ങിനെ സൂചിപ്പിക്കുന്നു. ഇതൊരു ലിറ്ററൽ എൻഡിങ് അല്ല, ഒരു ട്രാൻസ്ഫർമേഷനെ സൂചിപ്പിക്കുന്നു. പഴയ അവർക്കുണ്ടായിരുന്ന ആ ഒരു ഈഗോയൊക്കെ അതില്ലാതെയാകുന്നു. അവരുടെ പഴയ ഒരു ചിന്താഗതിയൊക്കെ അവസാനിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ആ പഴയ ഒരു സമീപനമൊക്കെ മാറുന്നു എന്ന് കാണിക്കുന്നു. അവരൊരിക്കലും ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിൽ നിൽക്കുകയാണെങ്കിൽ പഴയ രീതിയിലേക്ക് തിരികെ വരില്ല. അവർ വരികയാണെങ്കിൽ തന്നെയും ഒരു വളരെ വലിയ ഒരു ട്രാൻസ്ഫർമേഷനിൽ കൂടി കടന്നുപോയി ഒരു ഇന്നർ ചേഞ്ച് ഒക്കെ വന്നതിന് ശേഷമായിരിക്കാം അവരുടെ മടക്കയാത്ര. ഞാനിനി ഇങ്ങനെയൊന്നും ഈ ഒരു ബന്ധത്തിൽ തുടരാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണം എന്ന ഒരു ചിന്താഗതിയെ സൂചിപ്പിക്കുന്നു. ദ എംപറർ കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ഫൈനൽ ആക്ഷനെയാണ്, കൺട്രോൾ ആൻഡ് ഡിസിഷൻ. ഇതൊരു ഫ്യൂച്ചർ ആക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അവർ പാസീവായിട്ടിരിക്കില്ല, ഇമോഷണലായി റിയാക്ട് ചെയ്യില്ല, വളരെ കാൽക്കുലേറ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും എന്ന് സൂചിപ്പിക്കുന്നു. ഇനി മുതൽ ഞാൻ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും എന്നൊരു എനർജി. ക്ലിയർ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നു, ഒരു സ്റ്റെബിലിറ്റി ഫോക്കസിലേക്കൊക്കെ വരുന്നു. കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അതോറിറ്റിയിലോട്ടുള്ള ഒരു മൂവ്മെന്റ്, അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് എംപറർ എന്ന് പറയുന്നത്. അവരിനി മുന്നോട്ട് വരുമ്പോൾ തന്നെ ഒരു കാഷ്വലായിട്ടൊരു ടോക്ക് അല്ല, ഒരു സീരിയസ് കോൺവെർസേഷനൊക്കെ നിങ്ങളുമായിട്ടുണ്ടാകും. ഒരു കൺട്രോളൊക്കെ പിടിച്ചു വെക്കാൻ ശ്രമിക്കും. ഈ ഒരു റീഡിങ്ങിന്റെ ഒരു കമ്പൈൻഡ് മെസ്സേജ് നോക്കുമ്പോൾ ഇപ്പോഴൊരു സൈലൻസ് അല്ലെങ്കിൽ ഒരു ഡിലേ ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇന്റേണൽ ട്രാൻസ്ഫർമേഷൻ നടക്കുന്നു എന്ന് കാണിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിലുള്ള മാറ്റങ്ങൾ സഡൻലി വളരെ സ്ട്രോങ് ആകുന്നു. അതുപോലെ തന്നെ ഒരു അതോറിറ്റീവ് മൂവിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ് ഫ്യൂച്ചർ ആക്ഷൻ കാണിക്കുന്നത്. അതായത് അവർ നിങ്ങളെ മറന്നിട്ടില്ല. ഒരു വീക്കായ എനർജി കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ഏറ്റവും നല്ല ശക്തമായ ഒരു വേർഷനായി തിരികെ വരാൻ അവർ ആഗ്രഹിക്കുന്നു. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, സോഡിയക് സൈൻ ഉൾപ്പെടെയുള്ള ഡിവൈൻ ഗൈഡൻസിനായി ഡെയിലി ടാരറ്റ് റീഡിങ്ങിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ളതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. എന്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്യുക. എല്ലാവർക്കും നന്മ വരുത്താൻ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു യൂണിവേഴ്സ്.